കയ്യെത്തും മുമ്പേ ഒരു കുട്ടിക്കാലം, മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം. ഇവിടെ മൊത്തം മഞ്ഞ ഗൈസ്. ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് വന്നു നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ ഒരു മനോഹരമായ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയുള്ള യാത്രയിലാണ്. അപ്പം മിലേല എന്ന് പറയുന്ന സ്ഥലത്താണ് വന്നു നിൽക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ ഇടത്തോട്ടുള്ള വഴിയിലൂടെ മേളോട്ട് കയറി പോകണം ആ വ്യൂ പോയിന്റിലെത്താൻ. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. നിങ്ങൾ കട്ടപ്പന വഴി നേരെ ചെറുതോണിക്ക് വരികയാണെങ്കിൽ ഈ മിലേല എന്ന് പറയുന്ന ഈ ഒരു സ്പോട്ടിൽ കയറിയിട്ട് പോവുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ ഗൈസ്. നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ ഒരു കവാടമില്ല, അവിടെ നിന്ന് നേരെ കയറിപ്പോയി കഴിയുമ്പോൾ കുറച്ചങ്ങ് ചെന്ന് കഴിയുമ്പോൾ ഒരു മൺവഴി കാണും. ഈ ഒരു വഴി വേണം നമ്മൾ മേളോട്ട് കയറിപ്പോകാൻ. ഒരു 110 മീറ്ററേ ഉള്ളൂ. നമ്മുടെ വാഴവര കൗന്തി റോഡ് ലേക്ക് വ്യൂ ആണ് ഈ ഒരു വ്യൂ പോയിൻറ്റിൻ്റെ പേര്. അപ്പോൾ നമുക്ക് അവിടെ പോയി കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അങ്ങോട്ടുള്ള യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ റോഡ് ഒരു ഓഫ് റോഡാണ്. ഓഫ് റോഡിങ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വന്നു നോക്കാൻ പറ്റിയ ഒരു കിടിലൻ സ്പോട്ടും കൂടെയാണ്. അപ്പം ഞാൻ അതിസാഹസികമായിട്ട് മേളോട്ട് വണ്ടിയൊക്കെ കയറ്റി. നമ്മുടെ വണ്ടി ഇപ്പം വണ്ടി കൊണ്ട് നിർത്തിയില്ല, അവിടം വരെ വണ്ടി പോവുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ പതുക്കെ നടക്കണം, കാരണം കുറച്ച് സ്റ്റെപ്പൊക്കെ ഉണ്ട്. അതുകൊണ്ട് വണ്ടിയൊന്നും മേളോട്ടധികം പോകത്തില്ല. അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ ഒതുക്കിയിട്ടതിന് ശേഷമാണ് പിന്നെ മേളോട്ട് നടന്നു പോയത്. നല്ല വൈബ് സ്ഥലം കേട്ടോ, ഒരു രക്ഷയില്ല. അപ്പോൾ ഇവിടെയൊക്കെ വന്നിട്ടുള്ളവരാരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മളങ്ങനെ സ്പോട്ടിലെത്തിയിരിക്കുകയാണ്. ഇത് മിലേല റിസോർട്ടിൻ്റെ അടുത്തുള്ള ഒരു വ്യൂ പോയിൻ്റാണ്. ഇതിലെ ഒരു കുരിശുമലയ്ക്ക് പോകുന്ന വഴിയും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിൽ ഒന്ന് പോകണം, അവിടെ പോയി നോക്കണം. അവിടെ നിന്ന് കഴിഞ്ഞാലും ഈ ഒരു വ്യൂ തന്നെ ആയിരിക്കും കാണുന്നത്. പക്ഷേ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് നമുക്ക് ആ മലയിൽ കയറിയിട്ട് നോക്കാം. ചൂലൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ചിറ്റീന്ത് ഇവിടെ ധാരാളം കാണപ്പെടുന്നുണ്ട്. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കാതിരിക്കുക. അതുപോലെ ബെല്ലൈക്കൺ അമർത്തി ഓളും അമർത്തുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന കിടിലൻ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. നമുക്കിവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു മലയുടെ അവിടെ കാർമേഘങ്ങൾ ആ മലയുടെ ടോപ്പിൽ മൂടി നിൽക്കുന്ന മനോഹരമായൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മഞ്ഞും മഴയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ വേറെ ഒരു ലെവൽ തന്നെ ആയേനെ. ഇപ്പം മഴയും മഞ്ഞൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ശാന്തമായ ഒരു അന്തരീക്ഷമാണ്. അതുപോലെ വലിയ കാറ്റുമൊന്നുമില്ല. ഇവിടെയൊക്കെ നല്ല രീതിയിൽ കാറ്റടിക്കുന്ന ഏരിയയുമാണ്. അതുപോലെ ഇവിടെ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം വനമേഖലകളാണ് ചുറ്റും. നമ്മുടെയൊക്കെ കൊച്ചു ജീവിതത്തിൽ ഇതുപോലുള്ള യാത്രകളൊക്കെ ഇടയ്ക്ക് ചെയ്യണം. കാരണം നമ്മളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചാണല്ലോ ഓരോ ദിവസവും നമ്മൾ മുന്നോട്ട് പോകുന്നത്. സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ സഹിച്ച്. അപ്പോൾ ഇതുപോലുള്ള യാത്രകളൊക്കെ നടത്തുകയാണെങ്കിൽ ആ ഒരു വിഷമത്തിൽ നിന്ന് നമുക്ക് കുറച്ചെങ്കിലും ആശ്വാസം കിട്ടും. ഇവിടെ വന്ന് ഈ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടു കഴിയുമ്പോൾ തന്നെ മനസ്സിന് ഒരു പ്രത്യേക ഉന്മേഷം കിട്ടും. അപ്പോൾ എല്ലാവരും ഇതുപോലെയുള്ള യാത്രകളൊക്കെ ഇടയ്ക്ക് ചെയ്യുക. അങ്ങനെ ഞങ്ങൾ ആ മലയുടെ ടോപ്പിലെത്തി. ഇവിടെ ഒരു കുരിശ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ നല്ല കാഴ്ചയാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാലും ഇടുക്കി ജലാശയത്തിന് മനോഹരമായ ഒരു വ്യൂ തന്നെയാണ് ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് ചെറിയ കാറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാറ്റുമൊക്കെ കൊണ്ട് അവിടെ കുറച്ച് നേരം ഇരുന്നു. ഇന്ന് നമ്മുടെ കൂടെ വന്നിരിക്കുന്നത് നമ്മുടെ അൽജോയാണ്. അപ്പോൾ അൽജോയ്ക്ക് സൗണ്ടിനൊക്കെ ചെറിയ പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ ഇന്നവൻ ഒരുപാട് സംസാരിക്കാനൊന്നും നമ്മളോട് നിന്നില്ല. അവൻ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അതിലേക്ക് ചുറ്റിക്കറങ്ങി നടന്നു. നല്ലൊരു വ്യൂ ആട്ടോ ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഇതേ വ്യൂ തന്നെയാണ് നമ്മുടെ കാൽവരി മൗണ്ടിലും കല്യാണത്തണ്ടിലും ഒക്കെ നിന്ന് കഴിഞ്ഞാലും കിട്ടുന്നത്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം രേഖപ്പെടുത്തുവാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു യാത്രാ വീഡിയോയുമായി കണ്ടുമുട്ടാം. ബായ്. ഞങ്ങളങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇറങ്ങാൻ നേരത്ത് താണ്ടേ ഒരു വലിയ കോടമഞ്ഞൊരു മലേനെ മൂടിക്കൊണ്ട് പൊക്കോണ്ടിരിക്കുന്നു. ആ കാഴ്ച അടിപൊളിയായിരുന്നു കേട്ടോ.
അപ്പോൾ വ്യൂ പോയിന്റിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ നമ്മുടെ 10ാം മൈൽ വഴിയാണ് വീട്ടിലേക്ക് പോയത്.